ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവിടെ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം ഇനി കലോത്സവ ലഹരിയിലാണ്. ഇരുപത്തിയഞ്ച് വേദികളാണ് അതിനായി തയ്യാറെടുത്തിരിക്കുന്നത്. 249ഓളം മത്സര ഇനങ്ങൾ, 15,000ഓളം മത്സരാർത്ഥികൾ. 1956 കേരള രൂപീകരണത്തിന് ശേഷം ഡോക്ടർ ചിറ്റൂർ സുബ്രഹ്മണ്യൻ വെങ്കിടേശ്വരൻ ഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിന്റെ മാതൃക കണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് പിന്നീട് കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലായി രൂപപ്പെട്ടത്. ആ കേരള യൂത്ത് ഫെസ്റ്റിവലാണ് ഇന്ന് കലോത്സവമായി തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ കഥ കൂടി കേട്ടിട്ട് പോകാം. വളരെ പണ്ട് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത് അനന്തൻകാട് എന്ന പേരിലായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ ശയ്യയായ നാഗരാജാവായ അനന്തൻ എന്ന സർപ്പം വസിച്ചിരുന്ന കാടായിരുന്നു അനന്തൻകാട്. പിന്നീട് ഇത് അനന്തപുരമാവുകയും അനന്തനോടുള്ള ബഹുമാനാർത്ഥം തിരുവനന്തപുരം എന്ന് വിളിക്കുകയും ചെയ്തു. അനന്തൻകാട്ടിൽ ദിവ്യമായൊരു സ്ഥലം കണ്ടെത്തിയ വില്വമംഗലം സ്വാമിയാർ അവിടെ ക്ഷേത്ര നിർമ്മാണത്തിനായി സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ അനന്തൻകാടിന്റെ ഭാഗമായി തന്നെയാണ് ക്ഷേത്രത്തെയും കണക്കാക്കുന്നത്. വിശാല തിരുവിതാംകൂർ എന്ന ആശയവുമായി പടനയിച്ച മാർത്താണ്ഡവർമ്മ പല അയൽ ദേശങ്ങളെയും കീഴടക്കുകയുണ്ടായി. 1750 ജനുവരി 3 താൻ വെട്ടിപ്പിടിച്ച എല്ലാ ദേശവും തൻ്റെ രാജ്യവും അടങ്ങുന്ന തിരുവിതാംകൂർ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് മാർത്താണ്ഡവർമ്മ നടത്തുകയുണ്ടായി. അതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. ആധുനിക കാലത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യം ദൈവത്തിൻ്റെതായതോടുകൂടി അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും ജനരോഷവും ഒക്കെ കെട്ടടങ്ങിയെന്നും പറയാം. അങ്ങനെ തൃപ്പടിദാനത്തിലൂടെ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്ത ദേശങ്ങൾ ചേർന്ന് സമാധാനമുള്ള കേന്ദ്രീകൃതമായ വിശാല തിരുവിതാംകൂർ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. അപ്രകാരമാണ് കൊച്ചി വരെ നീണ്ടു നിൽക്കുന്ന ആധുനിക തിരുവിതാംകൂറിന്റെ രൂപമൊക്കെ ഉണ്ടാകുന്നത്. ആ പത്മനാഭന്റെ മണ്ണിലാണ് ഈ പ്രാവശ്യത്തെ കേരള കലോത്സവം നടക്കുന്നത്. ആദ്യകാലത്ത് 200ഓളം മത്സരാർത്ഥികളുമായി ശ്രീരാമവർമ്മ ഹൈസ്കൂളിൽ നടത്തിയ ചടങ്ങാണ് ഇന്ന് 15,000ഓളം മത്സരാർത്ഥികളുമായി കലയുടെ മഹാമാമാങ്കമായി തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കലോത്സവ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ കയറിയത് സംസ്കൃത നാടകവേദിയിലാണ്. സത്യം പറഞ്ഞാൽ സബ് ടൈറ്റിൽ ഇല്ലാതെ തെലുങ്ക് സിനിമ കാണുന്ന ഫീലാണ് ഉണ്ടായത്. പക്ഷെ കുട്ടികളുടെ പെർഫോമൻസിന് മുന്നിൽ ഭാഷ ഒരു വിഷയമേ ആയിരുന്നില്ല എന്നതാണ് സത്യം.
ഒരു മത്സരത്തിനുമപ്പുറം കാണികൾക്ക് മുന്നിൽ കാഴ്ചയുടെ വിസ്മയമൊരുക്കാൻ മാസങ്ങളോളം തയ്യാറെടുത്തു വന്ന നിരവധി കൊച്ചു കലാകാരന്മാരെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. തിരുവനന്തപുരത്തിൻ്റെ രാജകീയ വീഥികളും കുട്ടികളുടെ കലാപ്രകടനവും അതൊരു നല്ല കോമ്പിനേഷനാണ്. ಪ್ರಸ್ತುತಪಡಿಸಲಾಗಿದೆ. ಕುಮಾರವ್ಯಾಸನ್ ಹಾಡಿದನೆಂದರೆ ಕಲಿಯುಗ ದ್ವಾಪರವಾಗುವುದು. പത്മനാഭദാസന്മാരിൽ നിന്നും മാറി ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പോഴും കേരളത്തിൻ്റെ തലസ്ഥാനം അന്നും ഇന്നും തിരുവനന്തപുരം തന്നെയാണ്. ഭരണ സംവിധാനങ്ങളിൽ പരിവർത്തനമുണ്ടാകുന്നത് പോലെ തന്നെ ഓരോ വർഷവും പരിവർത്തനം സംഭവിക്കുന്നുണ്ട് കലോത്സവങ്ങൾക്കും. ഈ പ്രാവശ്യം കലാമാമാങ്കത്തെ വ്യത്യസ്തമാക്കുന്നത് പുതുതായി വന്ന ആദിവാസി കലാരൂപങ്ങളുടെ സാന്നിധ്യം കൂടിയാണ്. മംഗലം കളി, ഇരുള നൃത്തം, പണിയ നൃത്തം, മലപ്പുലയ ആട്ടം, പാലിയ നൃത്തം അങ്ങനെയുള്ളവയാണ് ചിലത്. ഇത്തരമൊരു പരിപാടിയുടെ സംഘാടന മികവും അംഗീകരിച്ചേ മതിയാകൂ. 15,000-ഓളം വരുന്ന മത്സരാർത്ഥികൾക്ക് സിറ്റിയിൽ തന്നെ 30ഓളം സ്കൂളുകളിലായി പാർപ്പിട സൗകര്യം. എല്ലാവർക്കും പഴയിടം നമ്പൂതിരിപ്പാട് തയ്യാറാക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം, കുട്ടികളുടെ പരാതി പരിഹാര സംവിധാനങ്ങൾ, യാത്രാ സൗകര്യമൊരുക്കൽ, 25ഓളം നദികളുടെ പേരുകളാൽ നാമകരണം ചെയ്യപ്പെട്ട വേദികൾ, അങ്ങനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാതറിങ്ങുകളിൽ ഒന്നാണ് കേരള സ്കൂൾ കലോത്സവം.
കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കൂടാതെ രാജകീയ നഗരമായ തിരുവനന്തപുരത്ത് തന്നെ നിരവധി കാഴ്ചകളുമുണ്ട്. നേപ്പിയർ മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം, ശ്രീ ചിത്തിര ആർട്ട് ഗാലറി, മൃഗശാല, അങ്ങനെ. 1857 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തറക്കല്ലിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് നേപ്പിയർ മ്യൂസിയം. മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയറിന്റെ സ്മരണയ്ക്കായാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. മത്സരങ്ങൾക്കുമപ്പുറം ഒരു വലിയ കൂടിച്ചേരലിനുമുള്ള വേദിയാണ് കലോത്സവങ്ങൾ. ഇവിടെ നിൽക്കുന്ന മലയാളികൾക്ക് ഒരു വലിയ അഭിമാനം തോന്നും. കാരണം കലകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. കലകളാൽ സമ്പന്നമാണെന്ന് മാത്രമല്ല, അത് മുറുകെ പിടിക്കുന്ന ഒരു പുതിയ തലമുറയും നമുക്കുണ്ട്. ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഒരുമിക്കുന്ന ഒരു വേദിയാണ് കലോത്സവം. സഖി, ഒട്ടും ശങ്കമില്ല. നിന്റെ രൂപത്തിൽ ഞാൻ ശിവനുമായി സംഗമിച്ച് ഒരു സർവത്ര ജനമുണ്ടാകും. ശിവശക്തി സംയുക്തം
വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ ഉത്സവം നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഒരു കലോത്സവം കണ്ടു കഴിയുമ്പോൾ പുതിയ കുറേ അറിവുകളും കഥകളും ആശയങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് തീർച്ച.